ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു മെട്രോ യാത്രയല്ല. ഞാൻ യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ ഫ്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിലും മെട്രോ ട്രെയിൻ അല്ല നമ്മുടെ. ഇതാണ് യശ്വന്ത്പൂർ ജംഗ്ഷൻ. യശ്വന്ത്പൂർ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫ്രണ്ടിലെല്ലാം ഭംഗിയുള്ള റൂഫൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ സൈഡിലോട്ടുണ്ടായിരുന്ന ബിൽഡിങ്സ് ഒക്കെ പൊളിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ സൈഡിലോട്ട് ഫുഡ് കോർട്ടോ അങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട്, എല്ലാം പൊളിച്ചു കളഞ്ഞു. ഇവിടെ ആകെ ഈ ഒരു കുഞ്ഞ് കഷ്ണം ബിൽഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം പോയി. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. നമ്മളിന്ന് ഇവിടുന്ന് ഗുണ്ടൂരിലേക്കാണ് പോകുന്നത്. 17212 കൊണ്ടവീട് എക്സ്പ്രസ്, യശ്വന്ത്പൂർ മച്ചിലിപ്പട്ടം കൊണ്ടവീട് എക്സ്പ്രസ്സിന് ഗുണ്ടൂർ വരെയാണ് നമ്മുടെ യാത്ര സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ അകത്ത് പോയിട്ട് പറയാം. അപ്പോൾ ഫോക്സ്, ഞാനിവിടെ റിട്ടയറിംഗ് റൂമിലായിരുന്നു തങ്ങിയിട്ടുണ്ടായിരുന്നത്. റിട്ടയറിംഗ് റൂമിൽ നിന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു. ഇപ്പോൾ സമയം 12:42, 1:15 നമ്മൾ ട്രെയിൻ പോവാം. ലഞ്ചിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് നമുക്ക് നമ്മൾ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. നമ്മൾ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ സ്റ്റേഷൻ്റെ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് എസ്കലേറ്റർ പോലത്തെ സാധനങ്ങളൊന്നുമില്ല, പടി കയറി തന്നെ പോകണം നമ്മൾ. അങ്ങോട്ട് പോകാം. ഇവിടെ പണ്ടൊരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഫുഡ് കോർട്ടൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിന്. അപ്പുറത്തൊരു മെമു വരുന്നുണ്ട്. നമ്മൾ B6-ലാണ് ഇന്ന്. നമ്മൾ ഏകദേശം A2-ൻ്റെ അടുത്ത് ഇറങ്ങും. അവിടെ നിന്ന് 2 കോച്ച് പുറകോട്ട് നടക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് 233344C. RCF ബിൽട്ടാണിത്. B6-ലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതാണ് നമ്മുടെ ട്രെയിൻ, യശ്വന്ത്പൂർ മച്ചിലിപ്പട്ടണം 17212 കൊണ്ടവീട് എക്സ്പ്രസ്. നമുക്കൊന്ന് പതുക്കെ ഉള്ളിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ കോച്ച് LWICCN 233344. ജനുവരി 2024 പണിതാണ്. ഒരു 1.5 വർഷം ആവുന്നു, 1.25 വർഷം. ഉള്ളിലോട്ട് കയറാം. യാത്രക്കാർ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. അതുപോലെ നമുക്ക് നമ്മുടെ ലോക്കോ ഏതാണെന്ന് നോക്കിയിട്ട് വരാം. വാപ്പ് 7 കണ്ടായിരുന്നു മുകളിൽ നിന്ന്. ഏതാ ലോക്കോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. സൗത്ത് സെൻട്രൽ റെയിൽവേ വിജയവാഡ ഡിവിഷൻ്റെ ട്രെയിനാണിത്. ഇത് യശ്വന്ത്പൂരിൽ നിന്നും മച്ചിലിപ്പട്ടണത്തിലേക്ക് ആഴ്ചയിൽ 3 ദിവസമാണ്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളാണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിവിടുന്ന് യലഹങ്ക, അതുപോലെ സത്യസായി പ്രശാന്തി നിലയം, ധർമാവരം, അനന്തപൂർ, അതുവഴിയാണ് അനന്തപൂർ, ഗുത്തി, ധോൺ ജംഗ്ഷൻ, നന്ദ്യാല, കമ്പം, അങ്ങനെയാണിത് ഗുണ്ടൂരിലേക്ക് പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ നന്ദ്യാൽ കമ്പമൊക്കെ നമുക്ക് ഫ്രഷ് റൂട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫുൾ ഇരുട്ടത്തായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. നമുക്കിന്ന് ആക്ച്വലി ഇവിടുന്ന് സത്യസായി പ്രശാന്തി നിലയം വഴിയുള്ള ആ റൂട്ട് നമുക്ക് ഫ്രഷാണ്. അതുപോലെ അനന്തപുരം ഗുത്തി റൂട്ട് നമുക്ക് ഫ്രഷാണ്. ജനറേറ്റർ ഓഫാണ്. അപ്പോൾ അതിനകത്തും HOG ഫങ്ഷനിലാണെന്നാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ കൊണ്ടവീട് എക്സ്പ്രസ് മച്ചിലിപ്പട്ടണം യശ്വന്ത്പൂർ. നമ്മുടെ ലോക്കോ ഏതാണെന്ന് നോക്കിയാൽ വിജയവാഡ ഷെഡിൻ്റെ 37675 ആണ് നമ്മുടെ ലോക്കോ. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ടു നമുക്ക് തിരിച്ചു പോകും. ഇതാണ് നമ്മുടെ ലോക്കോ 37675 വിജയവാഡ ഷെഡിൻ്റെയാണ്. വാപ്പ് 7 HOG വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ കോച്ച് വിടുവാം. ഫുഡ് വന്നു. ഞാൻ കാണിച്ചായിരുന്നു. ഫുഡ് വന്നിട്ട് ഞാനതിൽ ജസ്റ്റ് കബാബ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇനി ഹരാബര കബാബ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ലഞ്ച് വരെ കഴിച്ചില്ല. ലഞ്ച് യലഹങ്ക കഴിച്ചിട്ട് കഴിക്കാൻ പറ്റും. സമയം 1:12 1:15 ഇവിടുന്ന് പുറപ്പെടേണ്ടത്. സ്റ്റാർട്ടർ കാണാൻ വയ്യ, അതുകൊണ്ട് സിഗ്നൽ ആയോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ 30622 കൃഷ്ണരാജപുരത്തിൻ്റെ സിദ്ധഗംഗ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു കയറി വന്നിട്ടുണ്ട്. 1:15 കൃത്യസമയമായ 1:15 വണ്ടി വിട്ടു. അപ്പുറത്ത് കിടക്കുന്ന യശ്വന്ത്പൂർ കണ്ണൂരിൻ്റെ രേഖാണ്. യശ്വന്ത്പൂർ കണ്ണൂർ എഴുതിയിട്ടുണ്ട്, ബിദർ യശ്വന്ത്പൂർ ലാത്തൂർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അത് ഏത് ഓടി വന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ രേഖാണ്. എനിക്കൊന്ന് ഇത് 2 റൗണ്ട്, അതായത് ഒരു കണ്ണൂർ ഒന്ന് പോയി വന്നിട്ട് പിന്നെ ഒന്ന് ബിദർ അല്ലെങ്കിൽ ലാത്തൂറും കൂടെ പോയി വന്നിട്ടേ മെയിൻ്റനൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ല വെയിലാണ് പുറത്ത്. ഇന്നലെ രാത്രിയൊക്കെ ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഓർമ്മയുണ്ടാവും, നമ്മൾ വന്ദേ ഭാരത്തിന് വന്ന് ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ചാറ്റിലായിരുന്നു. അതിന് പ്ലാറ്റ്ഫോം നമ്പർ 6 ചെന്നതും മഴ തുടങ്ങി. പിന്നെ നിർത്താണ്ടൊരു 10 മിനിറ്റോളം നിന്ന് പെയ്തു മഴ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ രാത്രി കൊണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. പിന്നെ AC ഉണ്ടായിരുന്നു റൂമിൽ. എന്നാലും
2 കൃഷ്ണരാജപുരം WDP 4Ds ഇവിടെ കിടക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയുകൊണ്ട് നമ്മൾ നേരെ റൈറ്റിലേക്ക് കയറും. റൈറ്റിലേക്ക് കയറിയിട്ടുള്ള ഹൊസൂർ ഭാഗത്തേക്കുള്ള മെയിൻ ലൈനിലേക്ക് നമ്മൾ ആദ്യം കയറും. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ യലഹങ്ക മെയിൻ ലൈനിലേക്ക് കയറുന്നത്. ലോട്ടെ കോലഹള്ളിയിൽ നിന്നാണ് 2 ലൈനും പിരിഞ്ഞു പോകുന്നത്. ഇതാണ് യശ്വന്ത്പൂരിലെ കോച്ചിങ് ഡിപ്പോ. അവിടുത്തെ അബ്ദുൽ കലാമിൻ്റെ പ്രതിമ എല്ലാ പ്രാവശ്യം കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് മീൻസ് അത് ഇവർ തന്നെ ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ഏതോ ഒരു ട്രെയിൻ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുന്നുണ്ട്. ഒരു DP4D ഹൗൾഡ് LHBയിലേക്ക് ട്രെയിനാണത്. നമ്മളും ആ ട്രെയിന് മുഖാമുഖമാണിപ്പോൾ. രായപുരത്തിന് 30577 യാർഡിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഏതോ റേക്കിനകത്തുകൊണ്ട് ആക്കിയിട്ട് വരുന്ന വഴിയാണ്. പണ്ടൊന്നും ഇലക്ട്രിക് ലോക്കോ ഷണ്ടിങ്ങിന് ഉപയോഗിക്കില്ലായിരുന്നു. പണ്ട് ഇലക്ട്രിക് ലോക്കോ ഒരു മെയിൻ ലൈൻ ഡ്യൂട്ടിക്ക് മാത്രമേ എടുക്കുള്ളൂ. ഷണ്ടിങ് ഒക്കെ ഡീസലായിരുന്നു. ഇപ്പം ഏതിനെ കിട്ടിയാലും എടുത്ത ഷണ്ടിങ് നീടും. പോളി 4049 വാസ്കോ യശ്വന്ത്പൂർ എക്സ്പ്രസ്. ആ 12258 ഉണ്ട്. നമ്മുടെ ഗരീബ്രത്തിൻ്റെ റേക്കാണിത്. കൊച്ചുവേലി സെ യശ്വന്ത്പൂർ ഗരീബ്രത്ത് എക്സ്പ്രസ്. ഈ റേക്ക് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. അതിന് ശരിക്കും ഇതിലായിരുന്നു വരാനുള്ള പ്ലാൻ നമ്മുടെ. അതായത് ഇന്ന് വെളുപ്പിന് പാലക്കാട്ടിൽ നിന്ന് കയറി ഇവിടെ വന്നിട്ട് പിന്നെ കൊണ്ടവീട്ടിലേക്ക് കണക്ഷൻ ആയിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ നമ്മൾ പ്ലാൻ മൊത്തം മാറ്റി. നമ്മൾ 2 ദിവസം നേരത്തെ വന്ന് നമ്മൾ ഹുബ്ലിയിലൊക്കെ പോയി വന്ന് നമ്മൾ പ്ലാൻ മൊത്തത്തിലൊന്ന് മാറ്റി. ഇനിയിപ്പോൾ ആക്ച്വലി ഈ യാത്രയിൽ നാളെ നമ്മൾ ഗുണ്ടൂരിൽ നിന്ന് കാച്ചേഗുഡയിലോട്ടൊരു യാത്രയുണ്ട്. അത് ചിലപ്പോൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഒറിജിനൽ റൂട്ടിലുള്ള ട്രെയിൻ അപ്പോൾ ഇന്ന് അതിൻ്റെ പെയറിങ് ട്രെയിൻ ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ മേലെ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതിൽ പിന്നെ കണ്ടിന്യൂ ചെയ്തൊക്കെ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് റീപ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താവുന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഈ കാണുന്നത് ഹൊസൂർ ഡബ്ലിങ്ങിൻ്റെ യശ്വന്ത്പൂർ ഹൊസൂർ ലൈൻ ഡബ്ലിങ്ങിൻ്റെ വർക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ലൈനും കൂടി വരും, പുതിയ ഹൊസൂർ ലൈന്. എനിക്കൊന്ന് സ്റ്റേഷൻ മുതൽ ഡബിൾ ലൈനായിട്ട് പോകുന്നുണ്ട്. കാര്യം ഇവിടെ ഇത് കാണേണ്ട അപ്പുറത്തോട്ടും കൂടെ ലൈനിനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഡബിൾ ലൈൻ വരും. അപ്പോൾ ഇതായിരുന്നു യശ്വന്ത്പൂരിലെ പിറ്റ് ലൈൻസ് നിറഞ്ഞു കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു പ്രാസത്തിന് പറഞ്ഞൊന്നുമില്ല കേട്ടോ, കാലിയുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനാണ് ഹുബ്ലിക്ക് പോകുന്ന ലൈൻ. ഇതിലാണ് നമ്മൾ ഇന്നലെ വന്നത്, വന്ദേ ഭാരത്തിൽ വന്നത്. നമ്മളിപ്പോൾ നേരെ ടുവേർഡ്സ് ലോട്ടെ കോലഹള്ളി തിരിഞ്ഞു. അതിന് അപ്പുറത്ത് റെയിൽവേ ലൈൻ കാണാൻ പറ്റുന്നുണ്ടാവും. അത് ഷണ്ടിങ് ലൈനാണ്. അത് വേറെ മെയിൻ ലൈനൊന്നുമല്ല, ഷണ്ടിങ് ലൈനാണത്. ഇവിടെ പണ്ടൊരു സ്ലീപ്പർ മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. അത് ഇവിടുന്ന് കാലി. ഇവിടെ മണ്ണിട്ട് നിറയ്ക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ സബർബൻ്റെ പുതിയ സ്റ്റേഷനെല്ലാം വരാനായിരിക്കും. ഇവിടെ മണ്ണിട്ട് ഹൈറ്റ് പൊക്കുന്നുണ്ട്, ലാൻഡ് ഫിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാര്യമേ മറന്നുപോയി. ഇത് കാച്ചേഗുഡ യശ്വന്ത്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഞാൻ ഈ ട്രെയിനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ട്രെയിൻ കയറി പോകുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. ഇത് 8 കാർ വന്ദേ ഭാരതാണ്. നല്ലൊരു ഫിനോമിനൽ വളവാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ബൈപ്പാസ് ലൈൻ ഒന്ന് കയറുന്നത്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. 1-2 പ്രാവശ്യം കാണിച്ച് നമ്മൾ ബൈപ്പാസ് ലൈനിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ
ഇതൊരു ട്വിൻ സിംഗിൾ ലൈനാണ്, ഡബിൾ ലൈൻ അല്ല. 2 ലൈനും ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ലോട്ടകോളഹള്ളിക്കും യശ്വന്ത്പൂരിനും ഇടയ്ക്ക് ഈ ഒരു ഇത് മാത്രം ട്വിൻ സിംഗിൾ ലൈനാണ്. ഇതിന് റൈറ്റ് സൈഡിൽ അവിടെ ഒരു ലാൻഡ് ലെവലിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഹൊസൂർ യശ്വന്ത്പൂർ ഡബിളിങ്ങിൻ്റെ വർക്കാണ്. നമ്മൾ ജസ്റ്റ് ലോട്ടകോളഹള്ളി സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നത്. അവിടെ നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. അതാണ് ഇങ്ങനെ പതുക്കെ പോകുന്നത്. ആ കാണുന്ന സിഗ്നലിന് തൊട്ടപ്പുറത്താണ് ലോട്ടകോളഹള്ളി സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഇവിടെ കിടക്കുകയാണ്. ഈ ലോട്ടകോളഹള്ളിയിൽ കൊണ്ടുവന്ന് പിടിച്ചിടുന്ന ഒരു സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ടായിരുന്നു ട്രെയിൻ. കുറച്ച് നേരം ഇവിടെ പിടിച്ചിടും. ഇവിടെ പിടിച്ചിട്ട് ഇവിടുന്ന് വിട്ടുള്ളൂ. അതെന്താണ് അതിന് ലോജിക്ക് എന്നറിയില്ല. യശ്വന്ത്പൂരിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിനുകൾ വരാം. നമ്മൾ AC സൂപ്പർ ഫാസ്റ്റും എപ്പോഴും ഇവിടെ പിടിച്ചിട്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് യശ്വന്ത്പൂരിൽ തുടങ്ങി വന്ന വണ്ടിയാണ്. ഇതിനെ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. എന്താണ് ഇവർ ആ കൺസെപ്റ്റ് എന്ന് പിടികിട്ടുന്നില്ല. എൻ്റെ അറിവിൽ ഇവിടുന്ന് അങ്ങോട്ട് യലഹങ്കയിലേക്ക് ഡബിൾ ലൈനാണ് എൻ്റെ അറിവിൽ. നോട്ട് ഷുവർ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചിടുന്നവർ? അപ്പോൾ ഇതാണ് ലോട്ടകോളഹള്ളി സ്റ്റേഷൻ. ഈ ലോട്ടകോളഹള്ളി സ്റ്റേഷൻ ഗൊല്ലഹള്ളി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൻ്റെ പകുതി കെട്ടിയടച്ചിരിക്കുകയാണ്. ഇവിടെ BSRP ബംഗളൂരു സബർബൻ റെയിൽവേ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ LNTയുടെ വർക്കാണ്. പിന്നെ അപ്പുറത്ത് കുഴിച്ചിട്ട് അപ്പുറത്ത് നിന്നു സബർബൻ കോറിഡോറിന് ലൈൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡബിൾ ലൈനിൻ്റെ ലൈൻ ഇവിടെ പോകുന്നത് മനസ്സിലാവുന്നില്ല. ഇനി ഡബിളിങ് ഇവർ തന്നെയാണോ ചെയ്യുന്നതെന്ന് അറിയില്ല. ഡബിളിങ് ചെയ്യുന്നത് കേരളാണ്, പക്ഷേ BSRPയുടെ പാർട്ടല്ല. അറിയില്ല, കണ്ടറിയാം. അപ്പോൾ നമ്മളങ്ങനെ ഗൊല്ലഹള്ളിയിൽ നിന്ന് ലോട്ടകോളഹള്ളിയിൽ നിന്ന് പുറപ്പെട്ടു. ഈ പ്ലാറ്റ്ഫോം ഞാൻ ഇതുവരെ കാണിച്ചില്ല. ഞാൻ എപ്പോഴും അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോമാണ് കാണിക്കാറ്. ആദ്യമായിട്ടാണ് ഇപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം കാണിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്, പക്ഷേ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററും മറ്റും ഉണ്ട്. ഇതൊരു യുണീക്ക് സ്ഥലമാണിത്. ഇവിടെ കണ്ട പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പോയിൻറ്റ്സ് തിരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണിത്. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് ഹൊസൂരിലേക്ക് പോകുന്ന ലൈന്. റൈറ്റിലോട്ട് പോകുന്ന ലൈൻ ഇവിടെ നേരെ ബാനസവാടി വഴി നേരെ ചന്നസന്ദ്ര പാനൽ കടന്ന് അങ്ങനെ ഹൊസൂരിലോട്ട് അങ്ങ് പോകും. ബാനസവാടിയിൽ നിന്ന് തിരിഞ്ഞ് SMBTയിലോട്ട് പോകാൻ പറ്റും. ഈ കാണുന്ന ഔട്ടർ റിംഗ് റോഡാണ് താഴെയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ട്രെച്ച്, നമ്മൾ ഈ ലോട്ടകോളഹള്ളി ടു യലഹങ്ക സ്ട്രെച്ച് നമ്മൾ ആദ്യമായിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. കൊടികഹള്ളി ഹോൾട്ട് സ്റ്റേഷൻ. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് അവിടെ. ഈ കാണുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്ന എലിവേറ്റഡ് ഹൈവേ ആണ്. ഇതല്ല, അപ്പുറത്തുള്ള വലിയ പാലം. ഇത് ശരിക്കും ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണ്. ബെല്ലാരി റോഡാണ് അറിയപ്പെടുന്നത്, പക്ഷേ ഇത് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണ്. നമ്മളങ്ങനെ യലഹങ്കയിലോട്ട് അടുക്കുന്നു. ആ പൊക്കത്തിലുള്ള പാലം ഇതാണ്, മെട്രോ ലൈനാണ്. അപ്പുറത്തെ BCNRA കിടക്കുന്നത് യലഹങ്കയിൽ നിന്ന് ചന്നസാന്ദ്രയിലേക്കുള്ള ലൈനാണ്. അതുവഴി നമ്മളൊരു ട്രാവൽ പോയിട്ടുണ്ട്. നമ്മളൊരിക്കൽ നമ്മൾ 16331 ബോംബെയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ അതുവഴി പോയിട്ടുണ്ടായിരുന്നു. $34006 കാസിപ്പേട്ടാണ് ഇതിൻ്റെ ലോപ്പം. ഫ്രഷ്ലി റീപെയിൻറ്റഡ് ആണെന്ന് കണ്ടിട്ട്. നമ്മൾ ജസ്റ്റ് യലഹങ്ക സ്റ്റേഷനിലോട്ട് കയറുന്നു. ലോക്കൽ ലൈൻ മാറുന്ന കാണാം.
നമ്മളങ്ങനെ ലൈൻ മാറി 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 ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പോകുന്നത്. ഏതോ ഒരു റേക്കൻ സ്റ്റേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. നമ്മൾ ജസ്റ്റ് യലഹങ്ക ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ട്രെയിൻ ആദ്യത്തെ ഹോൾട്ട്. സമയം 1:46. കിടക്കുന്നത് യലഹങ്ക കാച്ചിഗുഡ എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. യലഹങ്ക കാച്ചിഗുഡ എക്സ്പ്രസ് ഒരു ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴത്തെ സൈഡിലും പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോഴത്താണ് തിരക്ക് മൊത്തം നിൽക്കുന്നത് നമ്മുടെ വണ്ടികളുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 1 ആണിത്. ഇത്രയും തിരക്ക് നമ്മുടെ വണ്ടി കയറാനുള്ളതാണ്. ഇതാണ് നമ്മുടെ കോച്ച്. നമ്മൾ യലഹങ്കയിലാണ്. സമയം 1:48. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്ക് കയറാനുണ്ട്. നമ്മുടെ കോച്ചിനോട് ഒരുപാട് പേര് കയറാനില്ല, എന്നാൽ ആൾ കയറാനുണ്ട്. കാര്യം നമ്മുടെ കോച്ചിനകത്ത് ഏറെക്കുറെ സീറ്റ്സൊക്കെ യശ്വന്ത്പൂർ തന്നെ ഫുള്ളായിരുന്നു. അപ്പുറത്തോട്ടും ഒക്കെ തന്നെ നല്ല തിരക്ക് കയറുന്നുണ്ട്. ജനറൽ കാലിയായിരുന്നു ഈ ട്രെയിനിൻ്റെ. ഇനി അങ്ങോട്ട് പോകെ ഫുള്ളാവും. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. യശ്വന്ത്പൂരിൽ നിന്ന് കാണുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ആൾ കയറുന്നുണ്ട് ജനറലോട്ടൊക്കെ. അപ്പോൾ 1:50, 51 റെയിൽവേ ക്ലോക്കല്ല. എൻ്റെ ഫോണിൽ 50 നമ്മൾ ജസ്റ്റ് യലഹങ്കയിൽ നിന്ന് പുറപ്പെടുന്നു. യലഹങ്ക സ്റ്റേഷനോട് ഗ്രാൻഡ് വെൽക്കം ടു യലഹങ്ക, ദ ലാൻഡ് ഓഫ് കെംപെഗൗഡ, ഫൗണ്ടർ ഓഫ് ബംഗളൂരു, 1537 എന്നെ കഴിവ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷൻ ബിൽഡിംഗ് പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഒരു പ്രാവശ്യം യലഹങ്കയിൽ ഒന്ന് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് പണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത്. ട്രെയിൻ വല്ലാണ്ട് ലേറ്റായിട്ട് വന്നപ്പോൾ യലഹങ്കയിൽ ഇറങ്ങിയിട്ട് ടാക്സി എടുത്ത് പോയായിരുന്നു. ലോങ് ഒക്കെ ആണ്. ഒരുപാട് കാലം മുമ്പാണ്. എനിക്ക് തോന്നുന്നൊരു 6-7 വർഷം മുമ്പാണ്. അന്ന് ഈ സ്റ്റേഷൻ ബിൽഡിംഗ് പുതുതായിട്ട് പണിതിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ യലഹങ്കയിൽ നിന്ന് ഇറങ്ങി. യലഹങ്കയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് സ്പീഡ് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് ഉടനെ ചിലപ്പോൾ ഡോറിലേക്ക് വരും. അല്ലെങ്കിൽ പിന്നെ ഏകദേശം ഒരു അടുത്ത സ്റ്റോപ്പ്, അതായത് ഹിന്ദുപൂരൊക്കെ ആകുമ്പോഴേക്കും ഡോറിലേക്ക് വരും. കാര്യം ഇനിയും കൂടെ നല്ല ചൂടുള്ള പ്രദേശമാണ്. ഇപ്പോഴത്തെ ഈ കാണുന്ന ഷെഡുകൾ റെയിൽ വീൽ ഫാക്ടറിയാണ്. നമ്മുടെ ഈ റെയിലിൻ്റെ വീലുകൾ, ആക്സിലും വീലൊക്കെ പണിയുന്ന സ്ഥലമാണത്. അവിടെയാണ് ഇതിൻ്റെ വീൽസും ആക്സിലൊക്കെ പണിയുന്നത്. ഇവിടെ തൽക്കാലം നമ്മൾ ഇന്ത്യയിൽ നമുക്ക് കാസ്റ്റഡ് വീൽസ് മാത്രമല്ല, ഫോർജ്ഡ് വീൽസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. ഫോർജ്ഡ് വീൽസിന് പുതിയൊരു യൂണിറ്റ് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഫോർജ്ഡ് വീൽസ് ഉണ്ടാക്കും. LHB കോച്ചുകളൊക്കെ ഫോർജ്ഡ് വീൽസാണ്. അപ്പോൾ ഈ ഫോർജ്ഡ് വീൽസ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. മെയിൻ ലൈനിൽ അങ്ങ് ദൂരെ ഏതൊരു ട്രെയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി കാത്തു നിൽക്കുകയാണത്. ഈ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്ന ലൈന് എയർപോർട്ടിലേക്ക്, അതായത് ചിക്ബല്ലാപുര, അതുപോലെ നമ്മുടെ കോലാറിലേക്ക് പോകുന്ന ലൈനാണ്. കോലാർ വഴി ബംഗാർപേട്ടിലേക്ക് പോകുന്ന ലൈനാണിത്. ഈ ലൈനിലൊരു എക്സ്പ്ലോറേഷനും ഈ പറഞ്ഞ ഒരുപാട് കാലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലാൻ ചെയ്യും ഇനി ബാംഗ്ലൂർ വരുമ്പോൾ ചെയ്യണം എന്ന് വയ്ക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൈനിലെ കോലാറിലേക്കുള്ള ട്രെയിൻ സൺഡേസ് ഓടുന്നില്ല. നമുക്ക് സൺഡേ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല. നമുക്ക് ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. നമ്മളങ്ങനെ മെയിൻ ലൈനിലോട്ട് കയറുന്നു. മെയിൻ ലൈനിലോട്ട് കയറി ഓപ്പോസിറ്റ് ലൈനിൽ പറഞ്ഞ പോലെ തന്നെ ട്രെയിനുണ്ട്. മെയിൻ ലൈനിലോട്ട് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഡബിൾ ആംബറും അത് കഴിഞ്ഞുള്ള സിഗ്നൽ ആംബറാണ്. അപ്പോൾ അപ്പുറത്തെ ഏതൊരു സിഗ്നൽ റെഡാണ്. വാഗണൈൻ HC 41536 ആണ് ലോക്കോ. ഷെഡിൻ്റെ പേരൊന്നും കാണാനില്ല. ഹുബ്ബള്ളി ഷെഡിൻ്റെയാണ്. ഹുബ്ബള്ളി ഷെഡിൻ്റെ ലോക്കോ. ബനാറസ് SSS ഹുബ്ബള്ളി. ബനാറസിൽ നിന്ന് ഹുബ്ബള്ളിയിലേക്കുള്ള സ്പെഷ്യലാണിത്.
അപ്പോൾ പിന്നെ ഞാൻ പോയി ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഏകദേശം നമ്മൾ അടുത്ത സ്റ്റോപ്പൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് ഡോറിലേക്ക് വരാം. ഇതാണ് എൻ്റെ ലഞ്ചായിട്ട് മേടിച്ചിരുന്ന ലഞ്ച് ബൗളാണ്, റൈസ് ബൗൾ. മലഗൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെ മെയിൻ ലൈനിൽ കിടക്കുകയാണ്. ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ കിട്ടും ലഞ്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് നിന്ന് അപ്പോൾ താഴത്തവർ ചോദിച്ചു അവർക്കൊന്ന് കിടക്കണം, മിഡിൽ ബർത്ത് ഉറക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ മിഡിൽ ബർത്താണ്. മിഡിൽ ബർത്ത് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കിടന്നതാണ്, ചെറുതായിട്ടൊന്ന് വാങ്ങിപ്പോയി. പിന്നെ ഞാൻ ഉണർന്നത് ട്രെയിൻ ജസ്റ്റ് ഹിന്ദുപ്പൂരിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു ജർക്കിൽ ആണ് ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ ട്രെയിൻ ഹിന്ദുപ്പൂരിൽ നിന്ന് വിടുകയാണ്. അപ്പോൾ ഞാൻ ഹിന്ദുപ്പൂർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേഷനാണ് മലഗൂർ. നമ്മൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഓൾറെഡി. അതിൻ്റേതായ ചൂട് ഫീൽ ചെയ്യാനുണ്ട് പുറത്ത്. അപ്പോൾ നമ്മളിവിടെ പെനുക്കോണ്ട അടുത്തുകൊണ്ടിരിക്കുന്നത്. പെനുക്കോണ്ടയിലെ ട്രെയിനൊരു സ്റ്റോപ്പുണ്ട്. പെനുക്കോണ്ട കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിൻ സത്യസായി പ്രശാന്തി നിലയം വഴിയാണ് ഇത് ധർമ്മവരത്തേക്ക് പോകുന്നത്. അപ്പോൾ പെനുക്കോണ്ട സത്യസായി പ്രശാന്തി നിലയം ധർമ്മവരം റൂട്ട് നമ്മളിത് എക്സ്പ്ലോർ ചെയ്യില്ല. ആ റൂട്ടിലൊരു ടണലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതൊക്കെ കാണാം. നല്ല ഡ്രൈ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഇവിടെ. രാവിലെ ബാംഗ്ലൂരിൽ നല്ല കാലാവസ്ഥ എന്നാണ് ഈ ചൂടത്തേക്ക് വന്നത്. ഇപ്പോൾ ഒരുമാതിരി നമ്മുടെ ഈ ഹോട്ട് എയർ ഓവൻ ഉണ്ടല്ലോ, ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഓവനില്ലേ, ആ ഒരു ഓവൻ്റെ അവസ്ഥയാണ്. ഓവനകത്ത് വിട്ടുപോയതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഞാനിപ്പോൾ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. ഈ 1000 രൂപ മുടക്കി ടിക്കറ്റ് എടുത്തിട്ട് എന്തിനെ കഴപ്പാണ് ഞാൻ ഈ വാതിൽക്കൽ നിന്ന് യാത്ര ചെയ്യുന്നതുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുന്നതല്ലാണ്ട് മെജോറിറ്റി ഓഫ് ടൈം ഞാൻ ഡോറിൽ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ സീറ്റിൽ പോയി ഇരിക്കാറേയില്ല. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ക്രോസിങ് മിസ്സായാലോ അല്ലെങ്കിൽ ഒരു ലൈൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് എനിക്കതൊക്കെ. ഞാനത് മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആ റൂട്ടിലൊന്നും കൂടി യാത്ര ചെയ്ത് ഞാനത് ക്യാപ്ചർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചാനലിലുള്ള പല ആൾക്കാരും 30 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഈ 30 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ ഒരു എന്താ പറയുക, 30 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ 30 മിനിറ്റിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നവർക്ക് ഒരു ട്വിൻ ഗുത്തി വാഗണൈനായിരുന്നു ബിസി തന്നെ, ഏതൊരു സ്റ്റേഷനുമാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാനിതൊരു യാത്ര ചെയ്തില്ലാത്ത റൂട്ടുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ആ റൂട്ടിലുള്ള ട്രെയിൻ വീഡിയോസ് ഞാൻ എടുത്ത് നോക്കും. ട്രെയിൻ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആ റൂട്ടിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. എങ്ങനെയുള്ള വിഷ്വൽസാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്, കാടാണോ മലയാണോ തീരമാണോ എന്താണെന്നുള്ളത്, കോസ്റ്റലിലാണോ, ഒരു ഐഡിയ എനിക്ക് കിട്ടും. പിന്നെ യൂഷ്വലി ഫുഡിനെ പറ്റി ഞാൻ സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ ഫുഡിനെ പറ്റി ഞാൻ തപ്പി നോക്കും. ഫുഡിനെ പറ്റി എന്തെങ്കിലും ഒരു പറയുന്നുണ്ടോ, ഫുഡ് എക്സ്പെക്റ്റ് ചെയ്യാമോ, ഫുഡ് വരുമോ, പാൻട്രി കാർ ഉണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസ്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ ഭക്ഷണം കിട്ടുമോ, എന്ത് തരം ഭക്ഷണമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. പക്ഷേ എന്ത് തരം ഫുഡ് കിട്ടും, അതൊക്കെയാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഇൻഫോർമേറ്റീവ് ആകുമോ എന്നെനിക്കൊരു സംശയം. എനിക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാര്യം എനിക്ക് പണി എളുപ്പമാണ്. കാര്യം ഈ ലോങ് വീഡിയോസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് ഭയങ്കര സ്ട്രെയിനാണ്, പ്രോസസ്സറിന് ഭയങ്കര സ്ട്രെയിനാണ്, ഓവർ ഹീറ്റിംഗ് ഉണ്ടാകുന്നത്. കാര്യം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു വീഡിയോ ഞാൻ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് മെമ്മറി സ്പേസ് ആവശ്യമാണ്, പ്രോസസ്സർ സ്പേസ് ആവശ്യമാണ്. അതുപോലെ അത് വീഡിയോ കൺവേർട്ട് ചെയ്താണ് ഔട്ട്പുട്ട് എടുക്കാൻ 2 മണിക്കൂർ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ വേണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ സിംഗിൾ വീഡിയോ ആകുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാവരും ഒപ്പീനിയനാണ് ചെറിയ വീഡിയോസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇനിയൊരു സീരീസ് മുതൽ നമ്മൾ ചെറിയ വീഡിയോസായിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ടും ചിന്തിച്ചിട്ട് നമ്മുടെ ചാനൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത സ്റ്റോപ്പായി പെനുക്കോണ്ടിലേക്ക് നമ്മൾ എത്തുന്നു. സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്.
ഓ, ലെഫ്റ്റ് സൈഡിലെ ലൂപ്പിലോട്ടാണ് പോയത്. ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന പ്രദേശത്ത് ലെഫ്റ്റ് സൈഡ് ലൂപ്പാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ലൂപ്പും കൂടി ഉണ്ട്. ഇവിടെ കാർ കാരിയേഴ്സിൻ്റെ സാധനങ്ങൾ കയറ്റുന്നത് ഒരു മൊബൈൽ റാമ്പാണിത്. ഉണ്ട്, ഇവിടെയൊക്കെ റാമ്പുകളുണ്ട്. നമ്മളങ്ങനെ പെനുക്കൊണ്ട ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മറ്റേ കിയയുടെ ഫാക്ടറിയോട് വലിയ ദൂരമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ പെനുക്കൊണ്ട ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പെനുക്കൊണ്ട ഒരു ജംഗ്ഷനുള്ള കാരണം പെനുക്കൊണ്ട കഴിയുമ്പോൾ ഒരു ലൈൻ ഡയറക്റ്റ്ലി ധർമ്മവാരത്തിലേക്കും ഒരു ലൈൻ സത്യസായി പ്രശാന്തി നിലയം വഴിയും പോകും. രണ്ടും ധർമ്മവാരത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഒരെണ്ണം സത്യസായി പ്രശാന്തി നിലയം വഴി കറങ്ങി ധർമ്മവാരത്തിലേക്ക് ചെല്ലും, മറ്റ് നേരെ ധർമ്മവാരത്തിലേക്ക് ചെല്ലും. അങ്ങനെ രണ്ട് ലൈനുകൾ ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ് പെനുക്കൊണ്ട ഒരു ജംഗ്ഷനായത്. അപ്പോൾ നേരെയുള്ള ലൈനിൽ നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ 1633 ഒരു യാത്ര ചെയ്ത സമയത്ത് നമ്മൾ ധർമ്മവാരത്തു നിന്ന് നേരെയുള്ള ലൈൻ വഴി പെനുക്കൊണ്ടേക്കാണ് വന്നത്. പിന്നെ നമ്മൾ സത്യസായി പ്രശാന്തി നിലയം വഴി ധർമ്മവാരത്തേക്ക് പോകുന്നു. KSR ബംഗളൂരിലോട്ടൊരു മെമു, ഒരു പുതിയ മെമ്മൂസ കിടക്കുക. ഇന്നലെ 2 ദിവസം നമ്മൾ കാണുന്നല്ലേ പഴയ മെമ്മൂസ. 16 കാറുള്ള മെമ്മു ആണ്. ഇവിടെ 2 ഡ്രൈവിംഗ് കാറുണ്ട് ഇവിടെ. അപ്പോൾ 2 8 കാറിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്താണ് ഒരു 16 കാർ മെമ്മു ഉണ്ടാക്കുന്നത്. അങ്ങനെ 2 ഡ്രൈവിംഗ് കാറാണ്. രണ്ടിനും ഫുൾ സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഹെഡ്ലൈറ്റും പിന്നെ അതുപോലെ ഡ്രൈവിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ കണക്ഷൻ ഊരി കളഞ്ഞു കഴിഞ്ഞാൽ 2 8 കാറായിട്ട് വേണമെങ്കിൽ ഓടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ പെനുക്കൊണ്ടെന്ന് പുറപ്പെടുന്നു. സമയം 4:03. ട്രെയിൻ ആക്ച്വലി 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി. അപ്പോൾ മെയിൻ ലൈനിൽ നിന്ന് നമ്മൾ അതപ്പോൾ ഫർദർ റൈറ്റിലോട്ട് ഇറങ്ങുകയാണ് SSPN ലൈനിലോട്ട് പോകാൻ. ഇവിടുന്ന് ധർമ്മവരം വരെ, പെനുക്കൊണ്ട മുതൽ ധർമ്മവരം വരെ 2 സിംഗിൾ ലൈൻസാണ്. ഒരെണ്ണം നേരെ പോകുന്നു, ഒരെണ്ണം SSPN വഴി പോകുന്നു. ഇതിൽ നേരെ പോകുന്ന ലൈനിൻ്റെ ഡബിളിംഗ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ധർമ്മവരം പെനുക്കൊണ്ട ഡയറക്റ്റ് ലൈനിൻ്റെ ഡബിളിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങേറ്റത്തെ ട്രാക്ക് കണ്ട് കമ്മീഷൻ ചെയ്ത മട്ടില്ല. ചില സിഗ്നൽ പോസ്റ്റൊക്കെ കാണാണ്ട് കമ്മീഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ സ്ട്രെച്ച് നമ്മൾ ലാസ്റ്റ് യാത്രയും വന്ന് ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ധർമ്മവരത്ത് ആക്ച്വലി അടുത്ത ആഴ്ച മുതലാന്ന് തോന്നുന്നു ഒരു മെഗാ ബ്ലോക്ക് ഉണ്ട്. മറ്റേ നോൺ ഇൻ്റർലോക്കിംഗ് വർക്ക് ഉണ്ട് അവിടെ, യാർഡ് ലേഔട്ട് മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ. നമുക്ക് ഇന്നെന്തായാലും ധർമ്മവരം ചെല്ലുമ്പോൾ അതൊക്കെ കാണാം.
അപ്പോൾ അങ്ങനെ 2 ലൈനും 2 റൂട്ടിൽ പ്രയാണം തുടങ്ങി. ഒരെണ്ണം ലെഫ്റ്റിലോട്ടൊക്കെ വളഞ്ഞ് പോയി, നമ്മൾ റൈറ്റിലോട്ട് കയറി പോവാം. നല്ല ചൂട്, കണ്ണൊക്കെ പൊള്ളി തുടങ്ങി, കണ്ണൊക്കെ നീറി തുടങ്ങി. അതിഭീകരമായ ചൂടും മറ്റും കാരണം ഞാൻ 2 ക്യാമറ കൊണ്ടാണ്. ഇതെൻ്റെ പഴയ ക്യാമറ എന്നുള്ള വിഷ്വൽസാണ്. മറ്റേ ക്യാമറ ഓവർ ഹീറ്റ് ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു കുറച്ച് നേരത്തേക്ക്. അതും തണുക്കട്ടെ, അത്രയും നേരം നമുക്ക് ഈ ക്യാമറയിൽ വിഷ്വൽസ് എടുക്കാം. പഴയ ക്യാമറയാണ്, അപ്പോൾ അതിൻ്റേതായ വിഷ്വൽസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ലെൻസിനൊക്കെ അത്യാവശ്യം നല്ലോണം സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആൻഡ് ആരിഡ് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ബേസിക്കലി മലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. തരിശ് ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. ഇടയ്ക്ക് കുറേ ഇങ്ങനെ കൃഷിഭൂമികളുണ്ട്. കൃഷി എനിക്ക് തോന്നുന്നു ഈ ചോളം അല്ലെങ്കിൽ കരിമ്പായിരിക്കില്ല, ചോളം പോലത്തെ എന്തൊരു സാധനം തോന്നുന്നു. പിന്നെ പൂക്കളുണ്ട് അവിടെ, പൂക്കളുടെ കൃഷിയുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ട്. വേറെ റൂട്ടിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല കണ്ടില്ല. ഇത് ചോളം പോലത്തെ എന്തൊരു സാധനം തോന്നുന്നു ഈ കാണുന്ന കൃഷി. അതല്ലാണ്ട് ഈ റൂട്ടിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയപ്പോൾ എൻ്റെ മറ്റേ ക്യാമറ വീണ്ടും എടുത്തു. നമ്മൾ സത്യസായി പ്രശാന്തി നിലയം സ്റ്റേഷനോട് കയറാൻ പോവാണ്. നമ്മളങ്ങനെ സത്യസായി പ്രശാന്തി നിലയം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റൂട്ട് വഴി യാത്ര എന്നുള്ള എൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പണ്ട് ഒരുപാട് പണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോഴാണ് ഈ റൂട്ടിൽ വീണ്ടും വരുന്നത്. ആ കാണുന്നതൊക്കെ ഫേമസ് ധർമ്മവരം വാടയാണ്. നമുക്ക് ധർമ്മവരത്തെ എത്തിയിട്ട് മേടിക്കാം. ഇതാണ് സത്യസായി പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷൻ. സത്യസായി ബാബയുടെ ആശ്രമമുള്ള സ്ഥലമാണിത്. ഇവിടുന്ന് കുറച്ച് ദൂരത്താണ് സത്യസായി ബാബയുടെ ആശ്രമമുള്ളത്. അപ്പോൾ ഈ സത്യസായി ബാബയുടെ ആശ്രമം ഉള്ളതുകൊണ്ടാണ് സത്യസായി പ്രശാന്തി നിലയം എന്ന സ്ഥലത്തിന് പേര് കിട്ടിയത്. അപ്പോൾ പുള്ളി സമാധിയായെങ്കിലും ഇപ്പോഴിവിടെ പുള്ളിയുടെ ഡിവോട്ടീസ് വന്നു പോകുന്നുണ്ട്. അവരുടെ ഒരു മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ, എന്തൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡിവോട്ടീസ് ഇപ്പോഴും ഇവിടെ വരുന്നതുകൊണ്ടാണ് ട്രെയിനുകൾ ഇപ്പോഴും സത്യസായി പ്രശാന്തി നിലയം വഴി വന്നു പോകുന്നത്. സമയം 4:22 നമ്മൾ ടൈമിനാണോ ലേറ്റാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ കുറച്ച് നേരം എന്താ വിടാതെ നോക്കിയിരിക്കുന്നത്. സംഭവം ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടി വരുന്നുണ്ട്. ഒരു വാപ്സോൺ ഹോൾ ട്രെയിനാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് 11013 ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിരിക്കണം. ഇൻട്രസ്റ്റിംഗ്ലി ഇതേ ട്രെയിനിലാണ് ഞാൻ ആദ്യമായിട്ട് സത്യസായി പ്രശാന്തി നിലയം വഴി കടന്നു പോകുന്നത്. ഇതേ വണ്ടി, സെയിം 11013. അന്ന് 1013 ആണ്. അന്ന് ICF കോച്ചാണ്. അന്ന് WDP4 ആയിരുന്നു ലോക്കോ. ഇതിപ്പോൾ വിജയവാഡയുടെ 30681 ഹൈ റൈസ് പാൻറ്റുള്ള ലോക്കോ ആണ്. ഞാൻ ഹൈ റൈസ് പാൻറ്റോ. വണ്ടി അത് തന്നെയാണോ? വണ്ടി അതന്നെ, കോയമ്പത്തൂർ എക്സ്പ്രസ്, ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ കോയമ്പത്തൂർ. പുതിയ ബോർഡൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിന്. അപ്പോൾ പണ്ട് ഇതേ വണ്ടി, അന്ന് 1013 ആയിരുന്നു. അന്ന് ഇതേ വണ്ടിക്കാണ് ഞാൻ ആദ്യമായിട്ട് സത്യസായി പ്രശാന്തി നിലയം വഴി കടന്നു പോകുന്നത് 2009. അത് കഴിഞ്ഞിപ്പോൾ 2025
ഞാൻ ഇതേ വഴി വീണ്ടും പോകുന്നത്. 2000 എന്ന് പറയുമ്പോൾ എത്ര വർഷമായി, 16 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുവഴി വീണ്ടും പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ടറായി പച്ച കത്തികളാണ്. സ്റ്റാർട്ടറും അഡ്വാൻസിനും പച്ചയാണ്. മെയിൻ ലൈൻ ഡിപ്പാച്ചാണ്, അപ്പോൾ ഉടനെ എടുത്തു പോകും. അപ്പം നമ്മൾ SSP നിന്ന് പുറപ്പെടുകയാണ്. പുതുപുത്തനാണ്. 255138 റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർത്തല ബിൽഡാണ്. S7 കോച്ചാണിത്. ഇങ്ങനത്തെ 8 സ്ലീപ്പർ കോച്ചുണ്ട്. സ്റ്റേഷൻ ബിൽഡിംഗ് മൊത്തമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അതിനൊരു ഡോമൊക്കെ ഉണ്ട്. ബേസിക്കലി സത്യസായി പ്രശാന്തി നിലയം അവിടുത്തെ ആശ്രമത്തിൻ്റെ ഡിസൈനാണെന്ന് പറയുന്നത്. ഞാൻ സത്യസായി ബാബയുടെ ആശ്രമത്തിലും പോയിട്ടില്ല. സത്യസായി ബാബയും ഷിർഡി സായിബാബയും രണ്ടും രണ്ടാണ്. ഞാൻ വർഷാവർഷം ഷിർഡി സായിബാബയുടെ അടുത്ത് പോകാറുണ്ട്. സത്യസായി ബാബയുടെ അടുത്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ സത്യസായി പ്രശാന്തി നിലയത്തുനിന്ന് പുറപ്പെട്ടു. ഈ മുന്നിൽ കാണുന്ന മലയാണ് നമ്മൾ തുരന്ന് പോകാൻ പോകുന്നത്. ടണൽ എന്നൊക്കെ പറഞ്ഞാൽ കൊങ്കൺ റെയിൽവേ ടൈപ്പ് ടണലൊന്നും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞു ടണൽ എത്ര ഉള്ളൂ. കൊത്തച്ചെരുവ് എന്ന സ്റ്റേഷനാണ്. ഓൾഡ് സ്റ്റേഷനാണ്. ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. അബാൻഡൻഡ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അവിടെ മുന്തിരിത്തോപ്പുണ്ട് ഉണങ്ങിയിരിക്കുന്നത്. ബാസംപള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇപ്പോഴത്തെ മെയിൻ ലൈൻ കാലാണ്. ഇപ്പോൾ ക്രോസിങ്ങിനാണ് പിടിച്ചതാണ്. ഇതാണ് നമ്മൾ നിർത്തിയ ബാസംപള്ളി. ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പുറത്തെ പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പുറത്തെ ലോ ലെവൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്നും ഉണ്ടായില്ല. നമ്മൾ കുറച്ച് നേരം ലൂപ്പ് ലൈനിൽ കിടന്നു. ഇപ്പോൾ വിടുന്നു. എനിക്കൊന്നും ധർമ്മവരത്തിൽ പ്ലാറ്റ്ഫോം കാര്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളിവിടെ ലൂപ്പ് ലൈനിൽ കയറ്റിയിട്ടത്.
നമ്മളിപ്പോൾ ധർമ്മവരം ജംഗ്ഷൻ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മവരം ജംഗ്ഷൻ ആവാനുള്ള കാരണം നമ്മുടെ ഈ സൈഡിൽ നിന്ന്, അതായത് പെനക്കൊണ്ട സൈഡിൽ നിന്ന് വരുന്ന ഈ 2 ലൈനുകളും, പിന്നെ അതുപോലെ ധർമ്മവരത്തു നിന്ന് മദനപ്പള്ളി റോഡിലേക്ക് പോകുന്ന വേറൊരു ലൈൻ, മദനപ്പള്ളി വഴി പക്കാലയ്ക്ക് പോകുന്നൊരു ലൈനുണ്ട്, അതും കൂടി വരാനുള്ള കാരണമാണ്. ഇതാണ് മറ്റേ ലൈന്. ഇവിടെ സിംഗിൾ ലൈനാണ്, കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഡബിളിങ് കഴിഞ്ഞിട്ടില്ലാന്നല്ല, ഡബിളിങ് കഴിഞ്ഞില്ല, സത്യമാണ്. ഡബിളിങ് നടക്കുന്നുള്ളൂ. ഇവിടെ ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ധർമ്മവരം ജംഗ്ഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ധർമ്മവരത്ത് ഞാൻ പറഞ്ഞ പോലെ പക്കാലയ്ക്ക് പോകുന്നൊരു ലൈനുണ്ട്, മദനപ്പള്ളി വഴി പക്കാല. ആ ലൈനിൻ്റെ എക്സ്പ്ലോറേഷൻ നമ്മൾ നാളെ കഴിഞ്ഞു, മറ്റന്നാൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ അല്ല 2 വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും മറ്റേത് വരുന്നത്. നമ്മളങ്ങനെ ധർമ്മവരം യാർഡിലേക്ക് കയറണം. ധർമ്മവരം എത്തുന്നതോടുകൂടി നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ധർമ്മവരം പോകും വരെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. ഈ കാണുന്ന നീല ബോർഡാണ് ടെറിട്ടറി ബോർഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറിട്ടറി ബോർഡ്. സൗത്ത് സെൻട്രൽ റെയിൽവേ ഗുണ്ടക്കൽ ഡിവിഷനിലോട്ട് നമ്മൾ കയറുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടം വരെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. നമ്മൾ ഇനി ആക്ച്വലി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉച്ച വരെ നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേ തന്നെ ആയിരിക്കും. നമ്മൾ മറ്റന്നാൾ ഉച്ചയ്ക്ക് നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേ, ഉച്ചയ്ക്കല്ല വൈകുന്നേരം വരെ, ഏകദേശം വൈകുന്നേരം നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. അതുവരെ നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേ തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്ലാറ്റ്ഫോം ഫ്രീ ഇല്ലെന്ന് തോന്നുന്നത്. ഒരു ട്രെയിൻ ഇറങ്ങി വരുന്നുണ്ട്. മിക്കവാറും ആ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മളെ കയറ്റാൻ വേണ്ടിയായിരിക്കും. അത് മിക്കവാറും കൊങ്കു എക്സ്പ്രസ് ആയിരിക്കണം. അത് ഇവിടെ ഹസ്രത്ത് നിസാമുദ്ദീൻ കോയമ്പത്തൂർ കൊങ്കു എക്സ്പ്രസ്. നമ്മളിതിന് കോയമ്പത്തൂർ ടു ആഗ്ര ഒരു ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ ആണത്. 2 മണിക്കൂറുള്ളൊരു വീഡിയോ ആണത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് മുറിക്കാൻ തോന്നിയില്ല അവിടെ എവിടെയെങ്കിലും വെച്ച്. സത്യം പറഞ്ഞാൽ മുറിക്കായിരുന്നു, മുറിച്ച് 2 പാർട്ടാക്കാമായിരുന്നു. ബട്ട് ഫോർ സം റീസൺ ഞാനത് സിംഗിൾ പാർട്ടായിട്ടാണ് റിലീസ് ചെയ്തത്. ലാലാഗുഡ ഷെഡിൻ്റെ 30583 ആണ് ലോക്കോ. ഹസ്രത്ത് നിസാമുദ്ദീൻ കോയമ്പത്തൂർ ജംഗ്ഷൻ കൊങ്കു എക്സ്പ്രസ് ആണ് വണ്ടി. കൊങ്കു പുറത്തോട്ട് ഇറങ്ങിയത് നമുക്ക് ക്ലിയറൻസ് കിട്ടി. നമ്മൾ അകത്തോട്ട് കയറാൻ പോകണം. ഇനി എജ്ജാതി വളവാ നോക്കിയത്. ഒരുമാതിരി 90 ഡിഗ്രി വളയുന്ന പോലെ ഉണ്ട്. അങ്ങ് കാണാൻ വളവ്. ഏഴ് സ്ലീപ്പർ കോച്ച് ഉണ്ടെന്ന് അല്ലേ? 6 AC 3 ടയർ, 2 AC 2 ടയർ, ഒരു ഫസ്റ്റ് AC, പിന്നെ അതുപോലെ 6 സ്ലീപ്പറാണ്. 1 2 3 4 5 6 7 സ്ലീപ്പർ. 7 സ്ലീപ്പർ. ബാക്കിലൊരു ജനറൽ, ഒരു SLRD, ഫ്രണ്ടിൽ 2 ജനറലും ഒരു ജനറേറ്റർ കാറും. മിക്കവാറും SCR ട്രെയിനുകൾക്കൊക്കെ ഫസ്റ്റ് AC ഉണ്ടാവാറുണ്ട്. എനിക്കൊന്ന് മേ ബി ആന്ധ്രാപ്രദേശിലെ ആൾക്കാർ കൂടുതൽ ഫസ്റ്റ് AC ബുക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ ജസ്റ്റ് ധർമ്മവരം ജംഗ്ഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്മുടെ റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് മദനപ്പള്ളി എന്ന് പറയുന്ന ലൈന്. മദനപ്പള്ളി റോഡിൽ നിന്ന് പക്കാല മദനപ്പള്ളി ധർമ്മവരം ലൈനാണിത്. നമ്മൾ അതുവഴിയാണ് മറ്റന്നാൾ യാത്ര ചെയ്യാൻ പോകുന്നത്. മറ്റന്നാൾ നമ്മൾ ഏതാ ട്രെയിൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഗസ് ചെയ്തോ. ഞാൻ അതിനാണ് യാത്ര ചെയ്യാൻ പോകുന്നത് മറ്റന്നാൾ ഇതുവഴി. ഗസ് ചെയ്ത് കമൻറ്റിൽ എഴുതണം. അപ്പം നമ്മളങ്ങനെ ധർമ്മവരം ജംഗ്ഷനിലേക്ക് എത്തി. ധർമ്മവരം ജംഗ്ഷൻ.
विजयवाड़ा के रास्ते कुछ ही समय में प्लेटफॉर्म क्रमांक 2 पर आ रहे हैं. നമ്മൾ പ്ലാറ്റ്ഫോം ക്രമാങ്ക് 2 കയറുന്നത്. കുറേ ഡീസൽ ലോക്കോസ് കിടക്കുന്നുണ്ട്, എല്ലാം ഷണ്ടിങ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ധർമ്മവരത്തെത്തി. ധർമ്മവരം സ്റ്റേഷൻ്റെ ഡോം കണ്ടോ അപ്പുറത്ത്? അപ്പുറത്താണ് ധർമ്മവരം സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിങ്. ഇവിടെ വട ഭയങ്കര ഫേമസ് ആണ്. വടക്കാരുണ്ട്, പക്ഷെ ആരും പ്ലാറ്റ്ഫോമിൽ കാണാനില്ല, എല്ലാം കോച്ചിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് വടയും മേടിക്കണം, ഒരു കുപ്പി വെള്ളവും മേടിക്കണം. ഇതാണ് സ്റ്റേഷൻ്റെ മെയിൻ ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്, സ്റ്റേഷൻ പ്ലാറ്റ്ഫോമൊക്കെ. നമ്മുടെ പുറകെ ഇവിടെ പ്രശാന്തി എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. അത് നമ്മളെക്കാട്ട് മുമ്പ് ഇവിടുന്ന് പോകും, പക്ഷേ നമ്മളതിനെ ആദ്യം കൊണ്ടുവരത്തും. ഇതാണ് ധർമ്മവരത്തെ ഫേമസ് വട, ദാൽ വട. ക്യാബേജും പരിപ്പൊക്കെ കൂടിയിട്ടുള്ളൊരു സംഭവമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സംഭവം ഒരുപാട് ചെറുത്, പണ്ട് ഇതിലും വലുതായിരുന്നു. അപ്പോൾ പ്രശാന്തി എക്സ്പ്രസ് എത്തി. പ്രശാന്തി എക്സ്പ്രസ് എന്ന് പറയുന്നത് KSR ബംഗളൂരു ടു ഭുവനേശ്വർ ഓടുന്ന ട്രെയിനാണ്. ഇത് ആക്ച്വലി നമുക്ക് പുറകെയാണ് KSR ബംഗളൂരിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക. ഇത് KSR എനിക്ക് തോന്നുന്നു 1:45 2 മണിക്കും കണ്ടതാണ് എടുക്കുന്നത്. അവൻ ഓടിങ്ങ് എത്തി. ഇവിടെ വെച്ച് അവൻ നമ്മുടെ മുന്നേ പോകും. പക്ഷെ അവൻ അത് കഴിഞ്ഞ് അവൻ കുത്തി നേരെ ഗുണ്ടക്കൽ പോയിട്ട് ധൂണിലേക്ക് വരുമ്പോൾ നമ്മൾ കുത്തി നേരെ ധൂണിലേക്ക് കയറും. അങ്ങനെ നമ്മൾ തന്നെ ആദ്യം ധൂണിലെത്തും, നമ്മൾ തന്നെ ആദ്യം കൊണ്ടുവരെത്തും. അജ്നിയുടെ വാപ്പ് 7 30266 ആണ് ലോക്കോ. പ്രശാന്തി എക്സ്പ്രസ് ബാംഗ്ലൂരിൽ നിന്ന് ഭുവനേശ്വറിലേക്കുള്ള ഏക ട്രെയിനാണിത്. അപ്പോൾ നമ്മൾ ധർമ്മവരം ജംഗ്ഷൻ എടുക്കായി. സമയം 6:10 കൃത്യസമയം. അപ്പോൾ കൃത്യസമയമായ 6:10 നമ്മൾ ധർമ്മവരം ജംഗ്ഷനിൽ നിന്ന് അനങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അനന്തപൂർ വരെയൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങും. കാര്യം നാളെ രാവിലെ 3 മണിക്ക് ഇറങ്ങേണ്ടതുണ്ട്. കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കാം. എന്തായാലും ഡിന്നറൊന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല. കുറച്ച് നേരത്തെ വാടകയൊക്കെ കൂടെ കഴിച്ച് വയറിങ്ങനെ ഉണ്ടായിട്ടിരിക്കുക. അപ്പോൾ രാത്രി നമുക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാം. അങ്ങനെ ധർമ്മവരം സ്റ്റേഷൻ കഴിഞ്ഞു. ധർമ്മവരം ജംഗ്ഷൻ. ഇവിടെ ഒന്ന് ഫ്രഷ് ക്രൂ കയറിയായിരുന്നു, ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ക്രൂവിൻ്റെ വകയുള്ള ബ്രേക്ക് ടെസ്റ്റാണ് ഇപ്പോൾ കണ്ടത്. മീൻവെൽ ഇപ്പോഴത്തെ ട്വിൻ വാക്ക് 7s ഇങ്ങേറ്റത്തെത്തി. ഗുന്തക്കൽ ഷെഡിൻ്റെ ആണോ ദാമാരെ കാണാനുണ്ട്. വാടേവാ നമ്മൾ പുറപ്പെട്ടു. പറപ്പിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് സൺലൈറ്റ് പോകുന്നത്, വളരെ പെട്ടെന്ന് ഇരുട്ടാവുന്നത് കേട്ടോ. സമ്മറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 6:15 ആകുമ്പോഴേക്കും വെളിച്ചം നല്ലോണം പോയി. മേഘാവൃതമാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് ഓപ്പോസിറ്റ് ലൈനിൽ പച്ച കാണുന്നുണ്ടായിരുന്നു. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു ഏതാ വണ്ടിയെന്നൊന്നും അറിയാൻ.
ചികിച്ചേരള സ്റ്റേഷനാണ്, ചികിച്ചേരള. ആയെന്നൊരു സംശയം. നല്ല ഉറപ്പിക്കും, നല്ല പിടിപ്പിക്കലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 130 km വിട്ടോ, 127 128 നമ്മൾ പോകുന്നുണ്ട്. അനന്തപുരം സ്റ്റേഷൻ ഹോം സിഗ്നലാണ് കണ്ടത്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. മഞ്ഞാണ്. ലൂപ്പിലേക്ക് റൂട്ടും ഇട്ടിട്ടുണ്ട്. ഇതാണ് അനന്തപുരം സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിന്ന് ഇവിടെ പുറത്ത് നിന്ന് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു പാസഞ്ചർ വരാനുണ്ട്. അവിടെ നല്ല തിരക്കാണ്. അതിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കി നിന്നാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ TT നിൽക്കുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലത്തെ ഡോറിൽ. സമയം 6:40. നമ്മളങ്ങനെ അനന്തപുരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അനന്തപൂർ എന്നാണ് ഇംഗ്ലീഷിൽ ഇരിക്കുന്നതെങ്കിലും അനന്തപുരം എന്നാണ് ഇവിടെ ലോക്കലിൽ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനന്തപുരം എന്ന് ഉപയോഗിക്കുന്നത്. അവിടെ പുതിയ സ്റ്റേഷൻ വരുന്നുണ്ട്, കാണാം, പുതിയ സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഡിന്നർ കിട്ടും. ഞാൻ പറഞ്ഞു ഞാനിന്ന് ഡിന്നറൊന്നും മേടിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നു. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റ് അങ്ങോട്ട് ലേറ്റാണ്. 38 40 പോകണ്ടായിരുന്നു. 40 നമ്മൾ വന്നത്. നമ്മൾ 2 മിനിറ്റ് ലേറ്റാണ്. നമ്മളങ്ങനെ അനന്തപുരത്തുനിന്ന് പുറപ്പെട്ടു. സമയം 6:43. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് കാണാം. അവിടെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. നല്ല വലിയ ബിൽഡിങ്ങാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും അത്യാവശ്യം വലിപ്പമുള്ള ബിൽഡിങ്ങാണ് പണിയുന്നത്. പാസഞ്ചർ അമ്യൂണിറ്റീസ് അത്യാവശ്യം നല്ലോണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതിയ സ്റ്റേഷനുകളിലൊക്കെ. ഒരു പാസഞ്ചറിനെ ക്രോസ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കവറേജ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഉറങ്ങിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഗുത്തി സ്റ്റേഷൻ കാണിക്കാം. ഗുണ്ടക്കൽ ഹിന്ദുപൂർ ഡെമോ വരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ലാസ്റ്റ് വിഷ്വൽ. അപ്പോൾ ഞാൻ ഇനി പതുക്കെ ഇന്നത്തെ വിഷ്വൽസ് ക്ലോസ് ചെയ്യണം. ഇനി ഞാൻ ഗുത്തി എത്തുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗുത്തി സ്റ്റേഷൻ കാണിക്കാം. ഞാൻ ചിലപ്പോൾ ഉറങ്ങില്ലായിരിക്കും. ഞാൻ എന്തായാലും ബർത്തൊക്കെ ഓപ്പൺ ചെയ്തിട്ടു, ഓൾറെഡി മിഡിൽ ബർത്താണ്. അപ്പോൾ ചിലപ്പോൾ ഉറങ്ങില്ലായിരിക്കും. പക്ഷെ ഉറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ നേരെ കുന്തൂറിലേക്കുള്ള അറൈവലേ കാണിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതും കൂടി കാണിക്കാം. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഗുത്തി എത്തി. ഗുത്തി വളരെ പെട്ടെന്ന് എത്തി. 6:45 മിനിറ്റ് ഇപ്പോൾ 7:30 ആയപ്പോഴേക്കും നമ്മൾ ഗുത്തിയിലെത്തി. പിന്നെ ഗുത്തിയും കൂടെ കാണിച്ചിട്ട് ഉറങ്ങാമെന്ന് വെച്ചു. അതുപോലെ നാളത്തെ ഒരു ടിക്കറ്റിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിലൊരു ടിക്കറ്റ് ഉണ്ട്. അതിന് ചാർട്ടർ 8 മണിയാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു.
ഈ റൂട്ട് വഴി യാത്രയാണെങ്കിൽ ഫുഡ് പിക്കപ്പ് ചെയ്യാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് ഗുത്തി. ധർമ്മവാദ അനന്തപുരമൊക്കെ തന്നെ ഡിന്നർ വരുന്നുണ്ടായിരുന്നു. ഗുത്തിയിലും ഡിന്നർ കിട്ടും. നല്ലൊരു ഓപ്ഷനാണ് ഗുത്തി. അത് ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല നല്ലതാണോ ചീറ്റാണോ. ഇനി ഞാൻ കഴിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ ഗുത്തിയിലെത്തി. സമയം ഇപ്പോൾ 7:44. എനിക്കൊന്ന് വണ്ടി കറക്റ്റ് ടൈമിനാന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്നും കഴിക്കുന്നില്ല. ഇവിടെ നിന്ന് മേടിക്കണം. ഇവിടെ ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, ലെമൺ റൈസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വലിയ ജെർക്കില്ലാണ്ട് എടുത്തിട്ടോ. ഒരു ചെറിയ ജെർക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാലും വലിയ ജെർക്കില്ലാണ്ട് എടുത്തു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ക്രൂവ് ഹിന്ദുപ്പൂരൊക്കെ എത്തിയപ്പോൾ നല്ല ജേർക്കായിരുന്നു. ഹിന്ദുപ്പൂരിൽ നിന്ന് എടുത്ത ആ ജേർക്കിലാണ് ഉണർന്നത്. ഞാൻ അത്യാവശ്യം നല്ല മയക്കത്തിലാണ്. ആ ജേർക്കിലാണ് ഞാൻ ഉണർന്നത് തന്നെ. പിന്നെ അത്രയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഗുത്തി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ് ധോൺ ജംഗ്ഷനിലാണ്. ധോൺ ജംഗ്ഷൻ 8:30 എത്തും. 8:30 വരെ ഉണർന്നിരിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം 3 മണിക്ക് ഇറങ്ങേണ്ടതുകൊണ്ട് 8 മണിക്കെങ്കിലും ഉറങ്ങിയാലേ കുറച്ച് നേരം ഉറക്കം മതിയാവുള്ളൂ. ആ ടിക്കറ്റിൻ്റെ ഒന്ന് അറിഞ്ഞിരുന്നു നിങ്ങൾ കൊള്ളായിരുന്നു എന്ന് വെച്ചാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നാളെ രാവിലെ ഗുണ്ടൂർ എത്തിയിട്ട് കാണാം. ഗുത്തി ജംഗ്ഷൻ കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. സമയം ഇപ്പോൾ 2:39. ഗുഡ് മോർണിംഗ് പറയണോ എന്താ പറയേണ്ടതെന്നറിയില്ല. എന്തായാലും ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളിപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഏതാ സ്റ്റേഷൻ എന്നറിയില്ല. തീരെ വെളിച്ചമില്ല. ഇവിടെ ഒന്നും ബോർഡും ഇല്ല. പേരേച്ചേർല എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ കിടക്കുകയാണ്. കുറച്ച് നേരം നമ്മളിവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് നേരമായി നമ്മളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു 3:20 നമ്മൾ ട്രെയിൻ ഗുണ്ടൂർ എത്തേണ്ടത്. അപ്പോൾ 3 മണിക്ക് എനിക്ക് വേണ്ടി അലാമൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. ഒരു 1:55 2 മണി മുതൽ പറഞ്ഞ അലാറം അടിക്കുക കോച്ചിനകത്ത്. അവിടുന്ന് ഇവിടെ നിൽക്കുക അലാം അടിക്കുന്നുണ്ട്. ഈ 3 മണിക്ക് ഇറങ്ങാൻ 3:30 ഇറങ്ങാൻ വേണ്ടി ആൾക്കാർ 2 മണിക്ക് അലാം വയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും 2 മണി വരെ ചറപറാന്ന് അലാറം അടിച്ചു. ഒരു 2:15 കഴിപ്പിക്കും ഗതി കെട്ടിട്ട് ഞാൻ ബർത്തിൻ ചാടി താഴെ ഇറങ്ങി. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. നമ്മൾ ജസ്റ്റ് ഗുണ്ടൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. ഏത് സൈഡിലാണ് പ്ലാറ്റ്ഫോം? ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം. ലെഫ്റ്റിലാണ് പ്ലാറ്റ്ഫോം. നമ്മൾ ലാസ്റ്റ് ടൈം വന്ന അതേ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4. ഞാൻ ആക്ച്വലി ഇന്ന് മറ്റേ വേരസ്മേ ട്രെയിനിലൊക്കെ കണ്ടതാണ് ഇത് ആ പ്ലാറ്റ്ഫോമിലാണ് വരികയെന്ന്. അതൊക്കെ അറിഞ്ഞോടും കൂടി ഞാൻ ഇപ്പുറത്തെ വന്ന് നിന്നു. കാരണം ഈ കിടക്കുന്ന പൽനാട് എക്സ്പ്രസിൻ്റെ റേക്കാണ്. പൽനാട് ബാർ സിംഹാദ്രിയുടെ റേക്കാണ്. അപ്പോൾ ഫോക്സ് 3:35 നമ്മൾ ഗുണ്ടൂരിലേക്ക് എത്തി. 15 മിനിറ്റ് ലേറ്റായിട്ട്. ഒരാവശ്യമില്ലാണ്ട് പിടിച്ചിട്ട് ഡിലേ ആക്കിയത് വണ്ടി. അല്ലെങ്കിൽ നമുക്ക് മുമ്പ് എത്തേണ്ടതായിരുന്നു. പിടിച്ചിട്ട് വൈകിച്ച് 3:45 കൊണ്ടുവന്ന് കയറ്റി. 3:35 കൊണ്ടുവന്ന് കയറ്റി. അപ്പോൾ പിന്നെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാനന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ യാത്ര മുഴുവൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തണം. അത് സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് ഒക്കെ വഴി നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. See you in another beautiful video. This is Vinay Shankar signing off from Platform 7. Until then, bye-bye.